രേണുക അമ്പലനരമ്പ് തലവൂർ പഞ്ചായത്തിലുള്ളതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയാണ്. രേണുകയെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പം, നല്ല പാട്ടുകാരിയായിരുന്നു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രേണുക നല്ല കലാകാരിയായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരസുഖം വന്ന് പെട്ടെന്ന് ശബ്ദം പോയ ഒരു സാഹചര്യം വന്നു. അത് ദൈവ നിയോഗമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നെല്ലാം പിന്നെടുത്തുകൊണ്ട് വീണ്ടും രേണുക പാടാൻ ശ്രമിക്കുകയാണ്. ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി ഇപ്പൊ നല്ലൊരു ചികിത്സ കഴിഞ്ഞ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ്. അന്നേരം വീണ്ടും ശബ്ദം ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞങ്ങളെല്ലാം പാടണം എന്ന് പറഞ്ഞ് നിരന്തരം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പാടിച്ച് ആത്മവിശ്വാസം ഉണ്ടാക്കി ഇപ്പൊ വീണ്ടും പാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കല എപ്പോഴും അത് അമൂല്യമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അത് എഴുത്തായാലും പാട്ടായാലും പറച്ചിലായാലും കഥയായാലും അഭിനയമായാലും എല്ലാം അത് ദൈവ നിയോഗം കൂടിയാണ്. അന്നേരം ആ ദൈവ നിയോഗത്തിൽ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കലാകാരന്മാർക്ക് കഴിയും. അതുപോലെ അതിൽ പങ്കെടുക്കുന്നവർക്ക് കഴിയും, പ്രോത്സാഹിപ്പിക്കുന്നവർക്ക്. അതാണ്, ആ എനർജിയാണ് സോൾലൈറ്റ്. ഏത് സംഘടനയായാലും അത് തന്നെ സോൾലൈറ്റ് ആ രീതിയിൽ കലാകാരന്മാരെ മുൻനിരയിൽ എത്തിക്കുവാനാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഒരു മേഖല യൂണിറ്റ് എന്ന നിലയിൽ കുറച്ച് കലാകാരന്മാരെ ഈ നാട്ടിൽ അവരെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുവാൻ, അവരെ പ്രൊഫഷണൽ ഒരു കലാകാരന്മാരാക്കി മാറ്റുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ സോലൈറ്റ് എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായപ്പോൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. നമുക്ക് എന്ത് നേടാൻ ചോദിക്കുന്നത്, ഞാൻ പലരെയും വിളിച്ചപ്പോൾ എന്ത് നേടാൻ പറ്റുമെന്ന് വെച്ച് നമുക്ക് നേടാൻ പറ്റും. കവിത കൊണ്ടും കഥ കൊണ്ടും കഥകൾ കൊണ്ടും ഒക്കെ നമുക്ക് നേടാൻ കഴിയും. അതാണ് നമ്മുടെ നേട്ടം. അത് പ്രയോജനപ്പെടുത്തുന്നവർ ഉറപ്പായും ഇത്തരം വേദികളെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം പരിപാടികളിൽ നിന്ന് പങ്കെടുക്കുകയും ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വേറൊരു സുഖമില്ല. നടന്മാരുടെ ശബ്ദമാണ് എല്ലാവരും പൊതുവെ ചെയ്യുന്നത്. ഇതിന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒന്ന് നാച്ചുറലൈസ് ചെയ്യും. പിന്നെ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞ ആർട്ട് ഫോമി. അപ്പം എല്ലാവർക്കും അറിയാം ബീറ്റ് ബോക്സ് ചെയ്യുന്നത്. ഇപ്പം കേൾക്കാം. അതുപോലെ തന്നെ കുറച്ച് ബീറ്റ് ബോക്സിൽ വേരിയേഷൻ വന്നാൽ കിട്ടിക്കുന്നത്. എക്സാമ്പിൾ, ഈ കാറിനകത്തൊരു DJ സൗണ്ട് ഇട്ട് ഗ്ലാസ് എല്ലാം മൂടി പുറത്ത് നിൽക്കുന്ന വേരിയേഷൻ ഉണ്ടല്ലോ. എക്സാമ്പിൾ, ഈ ഒരു സംഭവം തന്നെ കാറിൻ്റെ അകത്ത്
ഇട്ടിട്ട് ഗ്ലാസ് എല്ലാം മൂടി പുറത്ത് നിന്ന് വെച്ച് അതിന് ഭീഷ്മർവതിലെ മമ്മൂക്കയുടെ എൻട്രി വിജയം നോക്കാം. സെറ്റ് ഇത്ര ഒരു ഇതില്ലാതുകൊണ്ട് എഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. ഇവിടെ എന്നിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു എഫക്റ്റ് ചെയ്യുന്നില്ല. ഒന്ന് എക്സാമ്പിൾ നോക്കാം.
ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ ഏകഭാവമേതോ താളം മൂകരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളങ്ങിടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാൻ നിൻവിരൽ തുമ്പിലെ വിനോദമായി വിളങ്ങിടാൻ നിന്റെ ഇഷ്ടഗാനമെന്ന പേരിലൊന്നറിഞ്ഞിടാൻ എന്നുള്ളിലെ ദാഹമെങ്കിലും ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ ഏകഭാവമേതോ താളം മൂകരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ നിന്നിളം മാറിലെ വികാരമായലിഞ്ഞിടാൻ നിൻമടിയിൽ വീണുറങ്ങിയിടമായുണർന്നിടാൻ നിന്നിളം മാറിലെ വികാരമായി അലിഞ്ഞിടാൻ നിൻമടിയിൽ വീണുറങ്ങിയിടമായുണർന്നിടാൻ എൻ്റെ നെഞ്ചിലെ ദാഹമെങ്കിലും ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ ഏകഭാവമേതോ താളം മൂകരാഗാനാലാപം ഈ ധ്വനിമണിയിൽ ഈ സ്വരജതിയിൽ ഈ വരിശകളിൽ ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ നീലത്തുരുത്തിന് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി
മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരെല്ലാം തിരക്കിരിക്കുമല്ലേ. അപ്പൊ നമുക്ക് പ്രോഗ്രാം മീറ്റിംഗ് തുടങ്ങിയാലേ. തുടങ്ങി പാട്ട് മിമിക്രി എല്ലാം ഉണ്ടല്ലേ? പാട്ടും മിമിക്രി ഒക്കെ ഉണ്ട്. ഇത് നല്ലൊരു കൂട്ടായ്മയാണ്, കലാ കൂട്ടായ്മയാണ്. സൂർണൈറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് നന്ദൂട്ടിക്ക് ഇവിടെ വരാനൊരു അവസരം കിട്ടി. ഇവിടെ നമ്മുടെ മീനൻ രാജേഷ് സാറാണ് നമ്മളിവിടെ നന്ദൂട്ടിക്ക് ഒരു അവസരം ഇവിടെ കൊടുത്തത്. അധ്യക്ഷൻ ശ്രീ സജിമോൻ സാർ,
സോളേറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രഞ്ജു പി മാത്യു ടീച്ചർ, സോളേറ്റിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ മീനം രാജേഷ്, ദീപികയുടെ അനിൽ പന്തപ്ലാവ്, എൻ്റെ പേര്, പിന്നെ കർണാടക സാധന ഉമ്മർജി, തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള രാജാറാം, കൃഷ്ണകുമാർ, എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നന്ദൂട്ടി സോളേറ്റിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനത്തിൽ ഞാൻ നമ്പൂതിരിയുടെ മിമിക്രി, പാട്ട് എല്ലാം കേട്ടത്. ഇന്ന് പാടിയോ? പാടിയാ? അയ്യോ, മാമൻ വരുന്നതിന് മുമ്പ് പാടിയോ? ആണോ? സോളേറ്റിൻ്റെ ഈ മയിലത്ത് വെച്ച് ആദ്യത്തെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്പൂട്ടിയെപ്പോലുള്ള ഒത്തിരി ദൈവം കനിഞ്ഞു നൽകിയ കഴിവുള്ള ആളുകളിലേക്ക് പരിപാടി ഉണ്ടായിരുന്നു. സോളേറ്റിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ രഞ്ജു ടീച്ചർ പറഞ്ഞു. ഒരു ചില കാര്യങ്ങളിലേക്കൊന്ന് നമ്മുടെ ശ്രദ്ധ ചൂണ്ടിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മീനം വിളിച്ചാൽ നിങ്ങൾ വരൂലാതിരിക്കും. ഞാനൊരു 3.5 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ ഈ രഞ്ജു ടീച്ചറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമായിട്ട് പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ വന്നു. അപ്പോൾ സോമരാജൻ സാർ പറഞ്ഞ് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെയുള്ള അന്തേവാസികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു അന്തർജന, ഒരു പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും അവരോടുണ്ട്. അവരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ വീട് തകഴിയിലാണ്, ആലപ്പുഴ തകഴിയിൽ. അപ്പോൾ സാറെന്നെ പരിചയപ്പെടുത്തി ചേർത്തല എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ മോൻ തകഴി വഴിയൊക്കെ അല്ലേ നാട്ടിൽ പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അമ്മ, മോനെ ഒരു ഉപകാരം ചെയ്യുമോ? ഞാൻ പറഞ്ഞു പറ. മോൻ അതിലേ പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് പോകുമോ? എൻ്റെ വീട് അമ്പലപ്പുഴയാണ്, തകഴിക്കും അമ്പലപ്പുഴയ്ക്കും ഇടയ്ക്കാണ്, അവിടെ ഒന്ന് പോകുമോ? ഞാൻ പറഞ്ഞു എന്തിനാണ്? എനിക്ക് എൻ്റെ കുഞ്ഞുമക്കളെ കാണാതിരിക്കാൻ വയ്യ, അവരെ ഒന്നെന്നെ കൊണ്ട് കാണിക്കാൻ പറയുമോ? ഒരു അധ്യാപികയായിരുന്ന അമ്മയാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചത് എന്താണ് അമ്മ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. കാണാനൊക്കെ നല്ല നല്ല പ്രൗഢിയുള്ള, സൗന്ദര്യമുള്ള, ആഠ്യത്തോടുള്ള ഒരു സ്ത്രീ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ അമ്മ ഇവിടെ വന്നത്? അപ്പോൾ സാറ് പറഞ്ഞു ഈ അമ്മയ്ക്കൊരു മകനാണ്, മകനും ഭാര്യയും 2 മക്കളുമുണ്ട്. ഇവര് പുനലൂർ ഒരു കല്യാണത്തിന് പോകാം എന്നും പറഞ്ഞ് ഈ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട്, അവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പത്തനാപുരത്ത് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ അമ്മ ഇവിടെ ഇരിക്കുകയും ഒരു തുണിക്കട കയറണം, അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറണം. അപ്പം അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ പ്രയാസമുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ ഇവിടെ ഇരിക്കുകയും എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡിലെ ബസ് സ്റ്റോപ്പിലുള്ള ഒരു പന്തലിൽ കൊണ്ടിരുത്തി. ഇത് രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് അമ്മ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഈ അമ്മ അവിടെ ഇരുന്നു. ഈ മക്കളെ കാണാതെ ആദ്യം പിടിച്ചിരിക്കുക. ഒരു ഉച്ച കഴിഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ച കഴിഞ്ഞിട്ട് 3 മണി 4 മണി ആയപ്പോഴത്തേക്ക് അമ്മ കരയാൻ തുടങ്ങി. കാരണം അവര് കരഞ്ഞത് അവരെ ഉപേക്ഷിച്ച് പോയി എന്നൊന്നും അറിയാൻ വയ്യാതെയാണ്.
അവര് കഴിഞ്ഞാൽ ഈ പോയ മക്കൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് കാണുമോ? ഈ ഇവിടെ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ മക്കൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് കാണുമോ എന്നുള്ള ആദ്യം കൊണ്ടാണ് അവര് കരഞ്ഞത്. അപ്പൊ ആളുകളൊക്കെ ഓടിക്കൂടി പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. സന്ധ്യ വരെ വന്നിട്ടും അവൻ ഫോൺ പോലും സ്വിച്ച് ഓൺ ചെയ്തില്ല. അവരെല്ലാരും വിളിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ സന്ധ്യയ്ക്ക് അമ്മ കൊണ്ടുവന്ന് ഗാന്ധി ഭവനിലാക്കി. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അല്ല, ഒരു വലിയൊരു തറവാട്ടിലെ ഒരു അന്തർജനമാണ്. ഇതാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യരാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്നേഹമില്ലാത്ത മനുഷ്യരായിട്ട് പോകും. നമ്മളെല്ലാവരും പറയും നമുക്ക് എല്ലാവരുടെയും സ്നേഹമുണ്ട്. നമ്മുടെ വീടിനകത്ത്, നമ്മുടെ മതിലിനകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല സ്നേഹം. ഞാൻ ഇന്നലെ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു അനുസ്മരണ പ്രഭാഷണം തിരുവനന്തപുരത്ത് സ്റ്റാച്യു ജംഗ്ഷനിലെ ഒരു ക്യാപിറ്റൽ ടവറിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ നമ്മുടെ PM ഗഫൂറിന്റെ ഒരു വീഡിയോ, PM ഗഫൂർ എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കറിലെ ഒരു വീഡിയോ. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹവും ഭാര്യയും മകനും കൂടെ ഒരു യാത്ര പോവാണ്. കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. യാത്ര പോയി ഒരു ടിപ്പർ ലോറി വന്ന് ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. നമുക്ക് ഭയമുണ്ട്, ഭയമേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ജീവിക്കാനായിട്ട്. മതത്തിന്റെ പേരിൽ മതഭ്രാന്ത് ഇളകുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യങ്ങൾ പലതും നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ഉത്തരവിറക്കുന്ന അധികാരികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനൊക്കെയും വെല്ലുവിളികളായിട്ട് ഇവിടെ ഉയർന്നു വരുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. ഒരു സിസ്റ്റത്തിനോട് പ്രതിരോധിക്കാനോ മത്സരിക്കാനോ അല്ല നമ്മൾ നിക്ഷേപിക്കുന്നത്. നമ്മളായി വെട്ടിത്തുറന്ന ഒരു പാതയുണ്ട്. അത് പ്രകാശത്തിന്റെ പാതയാണ്. അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ആ സ്നേഹത്തിന്റെ സന്ദേശത്തിലൂടെ മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സോളൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ നമ്മുടെ വാഗ്ദാനങ്ങൾ. പക്ഷേ സമ്മാനാർഹയായ ആദരാനുമോദനം ഏറ്റുവാങ്ങിയ കുട്ടിയാണ്. എത്രമാത്രം കഴിവുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെയും കഴിവുകളെയൊക്കെയും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട്, കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അത് ഫലപ്രദമായി പലയിടത്തും വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ശാപം. ശരിയായ രീതിയിൽ അവരുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് സുന്ദര ഭൂമിയായി തീർക്കാനുള്ള ഉത്തരവാദിത്വം അവരുടേതാണ് എന്നൊരു ധർമ്മബോധം അവർക്ക് വരുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഒന്നും മാറാതെ നിൽക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് സോളൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നത്. സോളൈറ്റ് സംഗീത അക്കാദമിയുണ്ട്, സാഹിത്യ അക്കാദമിയുണ്ട്, പഠനപരമായ കാര്യങ്ങളിലൂടെ വിവരാന്വേഷണത്തിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുന്ന മാർഗങ്ങളിലൂടെ അതതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സോളൈറ്റ് ഒരു പബ്ലിക്കേഷനുണ്ട്. സോളൈറ്റ് പബ്ലിക്കേഷൻ നിരവധി പുസ്തകങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളുടെ ഒക്കെയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ ലാഭം എന്ന് പറയില്ല, കാരണം ഇത് കച്ചവടമല്ല. കച്ചവട പരിസ്ഥിതിയോടുകൂടി നമുക്കൊരിക്കലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. സോളൈറ്റ് പബ്ലിക്കേഷനിൽ കിട്ടുന്ന 1 രൂപ പോലും ജീവകാരുണ്യ വിനിയോഗത്തിനായിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്. മറ്റൊന്ന് സോളൈറ്റിൻ്റെ ജീവകാരുണ്യ വിഭാഗം തന്നെയാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ
താങ്ക് യു.